നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സംസാരിക്കുന്നത് പൂരുരുട്ടാതി നക്ഷത്രത്തെക്കുറിച്ചാണ്. ലഗ്നവും സൂര്യനും ചന്ദ്രനും പൂരുരുട്ടാതി നക്ഷത്രത്തിൽ നിന്നാൽ ഈ ഫലങ്ങൾ അനുഭവത്തിൽ വരാം. ഇതിൻ്റെ ആദ്യ 3 പാദങ്ങൾ കുംഭം രാശിയിലും അവസാന പാദം മീനം രാശിയിലുമാണ്. 1-ാം പാദത്തിൽ ജനിച്ചവർ നല്ല ദൃഢനിശ്ചയം ഉള്ളവരായിരിക്കും. ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ കഠിനാധ്വാനം ചെയ്യും. 2-ാം പാദത്തിൽ ജനിച്ചവർ സംതൃപ്തിയെ ആഗ്രഹിക്കുന്നു. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും മനസ്സിൻ്റെ തൃപ്തിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. 3-ാം പാദത്തിൽ ജനിച്ചവർ എല്ലായ്പ്പോഴും സന്തോഷവാന്മാരായി കാണപ്പെടും. ജീവിതത്തിലെ ഏതൊരു ചെറിയ സംഭവങ്ങളിലും അമിതമായ സന്തോഷം ആഗ്രഹിക്കും. 4-ാം പാദത്തിൽ ജനിച്ചവർ കഷ്ടപ്പാടും ദുരിതവും പ്രശ്നങ്ങളും അനുഭവിക്കുന്നവർ ആയിരിക്കും. പ്രത്യേകിച്ച് ജീവിതത്തിലുടനീളം സാമ്പത്തിക ദുരിതം അനുഭവിക്കേണ്ടി വരും. അതിനാൽ സാമ്പത്തിക കാര്യങ്ങൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. പുരാണത്തിൽ കുബേരന്റെയും കർണന്റെയും കുചേലന്റെയും ജന്മനക്ഷത്രമായി പറയുന്നത് പൂരുരുട്ടാതിയാണ്. അതുകൊണ്ട് ഇവരുടെ 3 പേരുടെയും ജീവിത സാമ്യത പൂരുരുട്ടാതി നക്ഷത്രക്കാരിൽ കാണാം. ദേവന്മാർക്ക് പോലും പണം കടം കൊടുക്കുന്ന കഥാപാത്രമാണ് കുബേരൻ. എന്നാൽ കൊടുത്തവരൊന്നും പണം തിരിച്ചു കൊടുക്കുന്നില്ല. പൂരുരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഒരു ധനകാര്യ സ്ഥാപനം തുടങ്ങാൻ അതിയായ താല്പര്യമുണ്ടാകും. അവർ പെട്ടെന്ന് തന്നെ വളർന്ന് മറ്റ് അനവധി സ്ഥാപനങ്ങൾ മുതലാളിയായി മാറുകയും രാജകീയമായ പദവിയിൽ എത്തുകയും ചെയ്യും. എന്നാൽ പിന്നീട് കടം കൊടുത്തവരൊക്കെ ഇദ്ദേഹത്തെ പറ്റിക്കുകയും വളരെ പെട്ടെന്ന് തന്നെ എല്ലാം തകർന്നു പോകാനും സാധ്യത ഉണ്ട്. ഇതിന് തുല്യമായ ഒരു ജീവിത സാഹചര്യം തന്നെയാണ് കർണൻ എന്ന കഥാപാത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ദാനധർമ്മം ചെയ്ത് നശിച്ചവനാണ് കർണൻ. സ്വന്തം ജീവനെ സംരക്ഷിക്കുന്ന കവചകുണ്ടലം തന്നെ അദ്ദേഹം ദാനം ചെയ്തു. പല വ്യക്തികളും അവരവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും പറഞ്ഞ് ഇവരെ സമീപിക്കും. നല്ല വാക്കുകൾ പറഞ്ഞ് ഇവരിൽ നിന്ന് പണം കടം വാങ്ങുകയും ചെയ്യും. സ്വന്തം കയ്യിൽ കാശില്ലെങ്കിലും മറ്റുള്ളവരിൽ നിന്ന് കടം വാങ്ങി ഇവർ സഹായിക്കുകയും ചെയ്യും. ഇതൊക്കെ പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ദോഷകരമായി മാറും. കാരണം പൂർവജന്മത്തിൽ പലരെയും കടം കൊടുത്ത് പറ്റിച്ചവരാണ് പൂരുരുട്ടാതി നക്ഷത്രത്തിൽ പുനർജനിക്കുന്നത്. അതുകൊണ്ട് പലിശയ്ക്ക് കടം വാങ്ങുകയോ കൊടുക്കുകയോ ചെയ്യരുത്. മറ്റുള്ളവർക്ക് വേണ്ടി സർക്കാരുമായി ബന്ധപ്പെട്ട് ജാമ്യം നിൽക്കുകയോ ഒരു പേപ്പറിലും ഒപ്പിടുകയോ ചെയ്യരുത്. അതുപോലെ സ്വന്തം വാഹനം മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ കൊടുത്താൽ തിരിച്ചു തരുമ്പോൾ വാഹനത്തിന് ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. അല്ലെങ്കിൽ സർക്കാരിലേക്ക് ഫൈൻ അടയ്ക്കേണ്ടി വരും. പാരമ്പര്യമായി കുടുംബത്തിൽ സ്വത്ത് സംബന്ധമായി ആധാരം, മുദ്രപത്രം എന്നിവയുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകും. ഭാവിയിൽ ഇവരുടെ മക്കൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ അനുഭവിക്കും. അതിനാൽ സ്വത്ത് സംബന്ധമായ രേഖകൾ കൃത്യമായി വയ്ക്കുന്നത് നല്ലതാണ്. സർക്കാർ ജോലിയോട് താല്പര്യമുണ്ടാകും. കുറുക്ക് വഴിയിലൂടെ പണം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് സർക്കാർ ജോലിയുള്ളവർ കൈക്കൂലി വാങ്ങാൻ സാധ്യതയുണ്ട്. അതുപോലെ 2 ജോലികൾ ഒരുമിച്ച് ചെയ്യും. പ്രധാന വരുമാനം കൂടാതെ പശു, ആട്, കോഴി എന്നിവ വളർത്തി വരുമാനമുണ്ടാക്കുകയോ മറ്റു ജോലികൾ ചെയ്ത് വരുമാനമുണ്ടാക്കുകയോ ചെയ്യും. വീട്ടിൽ പട്ടി, പൂച്ച, പ്രാവ് തുടങ്ങിയവ വളർത്താനും ഇഷ്ടമായിരിക്കും. കമ്മീഷൻ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യാൻ താല്പര്യമുള്ളത് കൊണ്ട് ഇൻഷുറൻസ്, ചിട്ടിക്കുറി, കയറ്റുമതി ഇറക്കുമതി ബിസിനസ് എന്നിവയോടും താല്പര്യമുണ്ടാകും. ബിസിനസ്സിൽ നിന്ന് നല്ല കാശ് ഉണ്ടാക്കാനുള്ള കഴിവും ഉണ്ടാകും.
നന്നായി സംസാരിക്കാനുള്ള കഴിവുള്ളത് കൊണ്ട് മറ്റുള്ളവരുമായുള്ള സംസാരത്തിൽ നിന്ന് പോലും ലാഭം ഉണ്ടാക്കാനുള്ള കഴിവുണ്ടാകും. പൂരുരുട്ടാതി നക്ഷത്രത്തിന് ഇരുതാര ദോഷമുണ്ട് എന്ന് പറയുന്നു. അതായത് 2 കല്യാണം കഴിക്കാനുള്ള യോഗം. അത് പലതരത്തിലാവാം. പ്രേമിച്ച് ഉപേക്ഷിക്കുക, ഒരാളെ മനസ്സിൽ വിചാരിച്ച് മറ്റൊരാളെ വിവാഹം കഴിക്കുക, ഡൈവേഴ്സ് ആകുക, വിവാഹം കഴിഞ്ഞ ശേഷം മറ്റൊരു സ്ത്രീയുമായി ബന്ധം നിലനിർത്തുക എന്നിങ്ങനെ പലതരത്തിലാവാം. അതുപോലെ ഒരു വ്യവസ്ഥ വെച്ച് ജീവിക്കുന്നവർ ആയിരിക്കും. ഇവരുടെ വ്യവസ്ഥകൾ പാലിക്കാതിരിക്കുമ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരാം. യാത്രകൾ ചെയ്യാനും പാർക്കിൽ പോയി ഇരിക്കാനും താല്പര്യമുണ്ടാകും. ആലിന്റെ ചുവട്ടിലിരുന്ന് വായിക്കാനും കളിക്കാനും താല്പര്യമുണ്ടാകും. അച്ഛനേക്കാൾ അമ്മാവനോട് കൂടുതൽ ബഹുമാനം കാണിക്കും, അല്ലെങ്കിൽ അമ്മാവനെ പേടിയായിരിക്കും. ഏതെങ്കിലും രീതിയിൽ അച്ഛനെ പിരിഞ്ഞിരിക്കേണ്ടി വരും. ആൺസിംഹത്തിന്റെ സ്വഭാവം ഇവരിൽ പ്രകടമായി കാണാം. അതായത് പെൺസിംഹം വേട്ടയാടിക്കൊണ്ടുവന്ന മൃഗത്തെയാണ് ആൺസിംഹം ഭക്ഷിക്കുന്നത്. അതുപോലെ സ്ത്രീകളെ കൊണ്ട് ജോലി ചെയ്ത് ജീവിക്കാൻ താല്പര്യം കാണിക്കും, അല്ലെങ്കിൽ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവരെ കൊണ്ട് പണിയെടുപ്പിക്കും. ഇവർ എപ്പോഴും സന്തോഷത്തോടെ ജീവിക്കുന്നവരും മറ്റുള്ളവർക്ക് സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നവരും ആയിരിക്കും. അതുകൊണ്ട് ഇവരുടെ വീട്ടിൽ ചെല്ലുന്നത് മറ്റുള്ളവർക്ക് നല്ലതാണ്. എന്നാൽ പ്രകൃത്യാ തന്നെ ഇവരുടെ മുഖം എപ്പോഴും ഗൗരവത്തിലായിരിക്കും. ബാങ്കിൽ പണം ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്യാനും ഷെയർ മാർക്കറ്റിനോടും കൂടുതൽ താല്പര്യം ഉണ്ടാകും. ഇവരുടെ മക്കൾക്ക് ഹൃദയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടാകാം. ഹൃദയമിടിപ്പ് കൂടുതൽ അല്ലെങ്കിൽ കുറവ്, നെഞ്ചുവേദന, നെഞ്ചത്ത് കൈവെക്കുക, ബ്ലഡ് പ്രഷർ മുതലായവ. കുടുംബത്തിൽ വെരിക്കോസിസ്, മന്ത്, വാതം എന്നിവ ഉള്ളവരോ വികലാംഗരായവരോ ഉണ്ടാകും. കഠിനാധ്വാനം ചെയ്ത് വാഹനം വാങ്ങാനുള്ള താല്പര്യമുണ്ടാകും. കുടുംബത്തിൽ കുലദൈവദോഷവും ഉണ്ടാകും. എല്ലാവരോടും സൗഹൃദം നിലനിർത്തിപ്പോകാനുള്ള ഒരു ആഗ്രഹം മനസ്സിലുണ്ടാവുകയും മറ്റുള്ളവർക്ക് ത്യാഗം ചെയ്യാനുള്ള മനസ്സും ഇവർക്കുണ്ടാകും. പാല്, തൈര്, മോര് എന്നിവ ഇഷ്ടമാണെങ്കിലും ചിലർക്ക് ഇത് വയറിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഭക്ഷണം കഴിച്ച് കുറച്ചു നേരം നന്നായി വിശ്രമിക്കണം എന്ന് നിർബന്ധ ബുദ്ധി ഉള്ളവരായിരിക്കും. ബീഡി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്തവർ കുടുംബത്തിലുണ്ടാകും. സ്ത്രീകൾ പാദസരത്തെ കൂടുതൽ ഇഷ്ടപ്പെടുന്നു. അതുപോലെ സ്വർണത്തോടും കൂടുതൽ താല്പര്യമുണ്ടാകും. ആരോഗ്യപരമായി ഇവർക്ക് ഹൃദയം, കാല്, കണ്ണ്, അസ്ഥി എന്നിവയുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാം. കത്തി കൊണ്ടുള്ള മുറിവ് ശ്രദ്ധിക്കേണ്ടതാണ്. വിശേഷിച്ച് കണങ്കാലിന് അപകടങ്ങൾ വരാം. കടലമാവ്, പച്ചരി, മുല്ല, ചെമ്പകം, അരളിപ്പൂ എന്നിവ ദാനം ചെയ്യുന്നത് നല്ലതാണ്. ഇവർക്ക് ദോഷം ചെയ്യുന്ന നക്ഷത്രങ്ങൾ രേവതി, ഭരണി, രോഹിണി, ആയില്യം, പൂരം, അത്തം, തൃക്കേട്ട, തിരുവോണം എന്നിവയാണ്. ഇത്തരം നക്ഷത്രക്കാരുമായി ഇടപാടുകൾ നടത്തുന്നതും ബന്ധം സ്ഥാപിക്കുന്നതും നല്ലതല്ല. ഇവർക്ക് ഗുണം ചെയ്യുന്ന നക്ഷത്രങ്ങൾ ഉത്രട്ടാതി, കാർത്തിക, മകം, ഉത്രം, ചിത്തിര, വിശാഖം, അനിഴം, ഉത്രാടം, ചതയം, അവിട്ടം എന്നിവ. ഇത്തരം നക്ഷത്രക്കാരുമായി ഇടപാടുകൾ നടത്തുന്നതും ബന്ധം സ്ഥാപിക്കുന്നതും നല്ലതാണ്. ഗ്രഹനിലയിൽ ഗ്രഹച്ചേർച്ചയ്ക്ക് അനുസരിച്ച് ചില സ്വഭാവങ്ങളിൽ മാറ്റം വരാം. ഗ്രഹനില വിശകലനം ചെയ്ത് ദോഷങ്ങൾക്ക് പരിഹാരം കണ്ടെത്താം. നമസ്കാരം.